എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയ്യങ്കായൽ പാർക്ക് അതുപോലെ കാര്യങ്ങളും ഇതൊക്കെ കേട്ടോ. നല്ല അടിപൊളി ഇഡിലൻ സ്പോട്ടാണ്. ഈ സ്പോട്ട് വരുന്നത് എടപ്പാളിൽ നിന്ന് പൊന്നാനിക്ക് പോകുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ്. അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമ ഭംഗി ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ആകാണ് ഇതിപ്പോൾ മഴക്കാലം ഇല്ലാത്ത കാരണം വെള്ളം കുറവാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. തോണികൾ, കുറേ തോണികളുണ്ട്. ഇത് റോഡിൻ്റെ 2 സൈഡിലായിട്ടായിട്ടോ സ്ഥിതി ചെയ്യണത്. അതായത് ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും അതുപോലെ ഇവിടെയും ഇതൊരു റെഗുലേറ്ററാണ് കേട്ടോ. അവിടെ ബിയ്യങ്കായൽ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. ഈ ഭാഗത്തേക്ക് തുറന്നു വിടും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വെള്ളം കുറവായ കാരണം വെള്ളത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. പാലത്തിൻ്റെ ഇപ്പുറത്ത് മീൻ പിടിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ടല്ലേ, നല്ല കിടിലൻ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ അവിടെ. നമ്മളിപ്പോൾ നിസാമുണ്ട്. നിസ്ലു ഹായ് പറഞ്ഞു. ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടേക്ക് റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിൽക്കാനുള്ള സ്പോട്ടുണ്ട്. നിസ്റ്റുണ്ട് 1, 2, 3, 4, 5, 6 ഒരു 7-8 ഷട്ടർ ഉണ്ട് കേട്ടോ അവിടെ. അവിടെ മറ്റേ മീൻ വളർത്തുന്ന കൂടുകൾ ഉണ്ടോ. ഇതിൻ്റെ ഇടയിൽ ബിയ്യങ്കായലാട്ടത്. നല്ല അടിപൊളി കിടിലനൊരു ഏരിയ അല്ലേ. ഞങ്ങൾ ചൂണ്ടയൊക്കെ ആയി പിടിച്ചിട്ടുണ്ട്. പറ്റിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഒന്നൊരു ഫിഷിങ് ട്രൈ ചെയ്യും. ഇവിടെ ഏത് മീനൊക്കെ, ഏത് ടൈപ്പ് മീനൊക്കെ ഒന്നും അറിയില്ല. ഇവിടെ അവിടെ അടി കാണാനുണ്ട്. ആ ഭാഗത്തൊക്കെ വെള്ളത്തിൻ്റെ അടിഭാഗം കാണാനുണ്ട്. വെള്ളം കുറവാട്ടോ. ഇത് ബിയ്യങ്കായലിൻ്റെ പാലത്തിൻ്റെ മേലെ നിന്നുള്ള ദൃശ്യങ്ങളാട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കിടിലൊരു ഏരിയ കേട്ടോ അവിടെ. സ്ഥലം എങ്ങനെ ഉണ്ട് അല്ലേ. പാലത്തിനൊക്കെ കൂടെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഷട്ടറിൻ്റെ ഷട്ടർ തിരിക്കണ കേബിളും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഇത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അല്ലേ. അത് മറ്റേതാണ്, നീർക്കാക്കയാണത്. നീർക്കാക്ക അവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 100-200 മീറ്റർ ഉണ്ടാവും കേട്ടോ. 200 മീറ്റർ ഉണ്ടാവും. നല്ല രസമാണ് ഇത് കൂടെ നടക്കാനൊക്കെ ആയിട്ട്. അവിടെ തോണിയും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ നടന്നിട്ട് ആ പാലത്തിൻ്റെ അവിടുന്ന് ആ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് എത്തിയിട്ടാണ്. ഈ അറ്റത്ത് ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഒരു തോണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ മീൻ ഇവിടെ 2-3 മീൻ പോകുന്നുണ്ട്. സമ ഇവിടെ മീൻടാ സമ. ഇവിടെ അതിൽ മീനുണ്ട്. തോണിയൊക്കെ എടുക്കുന്നുണ്ട് അവിടെ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്ക്. കിടിലൻ വ്യൂ കേട്ടോ പാലത്തിൻ്റെ 2 സൈഡ്. പാലത്തിൻ്റെ മരങ്ങൾ ഉണ്ട്. ഇവിടെ മരങ്ങൾ. അതിൻ്റെ സെൻറ്ററിലൊരു കിടിലൻ പാലം. BM റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഇവിടെ നിന്ന് അത്ര അധികം ആളുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്കൊക്കെ ഒരാളുണ്ടാവും. ഇത്ര ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാറുള്ളത്. ഇത് പാലത്തിൻ്റെ അപ്പർ സൈഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡിൻ്റെ അപ്പർ സൈഡിലേക്ക് ഇറങ്ങി. ഇനി നേരെ ഇപ്പർ സൈഡുണ്ട്. ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ പാലത്തിനടിക്ക് പോവാം. സമവാ. ഇവിടെ ഒരു തോണിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ആൽമരത്തിൻ്റെ താഴെയാണ്. നല്ല തണലായിട്ടുള്ളൊരു സ്പേസാണ്. ഇവിടെ വലിയ വലിയ മീൻ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ ഒരു നിരീക്ഷണം. എന്തായാലും തോണിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും കുറച്ചും കൂടി അങ്ങോട്ട് നമുക്ക് നീങ്ങി നോക്കാം. അവിടെ നിന്ന് 2-3 മീൻ പിടുത്തം കൂടി നടത്തി നോക്കാം. നിസാമത് അവിടെ നിന്ന് വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു കിടിലൻ സ്പോട്ടാട്ടത്. പാർക്കും പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ നമ്മളിതാ നേരെ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് ഇറങ്ങിയിട്ടാണ്. നല്ല കിടിലൻ വ്യൂ ആണ് ഇവിടെ. പക്ഷെ ഇവിടെയൊക്കെ വെള്ളം കുറവാട്ടോ. ഇതാണ് ബിയ്യങ്കായൽ വരുന്നത്. ഇവിടെയൊക്കെ ചെറിയ രീതിയിലേ വെള്ളമുള്ളൂ.
നല്ല കിടിലനൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ. എന്തായാലും നമുക്ക് വന്ന വഴി തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ ബിയ്യങ്കായൽ പാർക്കിൻ്റെ ഈ സൈഡിലേക്ക് വന്നിരിക്കുക കേട്ടോ. അവിടെയാണ് റെഗുലേറ്ററും കാര്യങ്ങളും. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ 3 തോണിയുണ്ട്. അതുപോലെ ഇവിടെ ആഴം കുറവാട്ടോ, തീരെ ആഴില്ല. വെള്ളത്തിൻ്റെ അടിഭാഗമൊക്കെ കാണാനുണ്ട്. ഇവിടെ ചെറിയ ചെറിയ പരലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ അതാ ഇത് മീൻ വളർത്തുന്ന ഒരു തരം വലയാണ് കേട്ടോ. സെൻറ്ററിലിടുന്നത് കരിമീനൊക്കെ വളർത്തുന്ന ഒരു തരം സംഭവമാണിത്. അതിൻ്റെ ഉള്ളിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇവിടെ സൈഡ് ഫുള്ളിങ്ങനെ കെട്ടിയിട്ടുണ്ട്. മീൻ വളർത്തണത് ഈ തോണിയിൽ പോയിട്ട് അതിന് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ അവിടെയാണ് മീൻ വളർത്തണത്. നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് തന്നെയാണ് ഇവിടുന്ന്. എന്തായാലും കിട്ടില്ല എൻ്റെ ഒരു വ്യൂ. നല്ല ഏരിയ കേട്ടോ അത്. അതുപോലെ ഈ പാർക്കിൻ്റെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് എക്സസൈസിനുള്ള കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു തരം എക്സസൈസിൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഇത് തിരിയണ സാധനം കേട്ടോ. അത് നമ്മളിവിടെ കൈ പിടിച്ചിട്ട് ഇതിങ്ങനെ തിരിയും. അതുപോലെ ഇത് വേറൊരു വെയിറ്റ് എടുക്കണ തരം എക്സസൈസ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. പിന്നെ അതുപോലെ പൊന്നാനി നഗരസഭ വാർഡ് BM അതുപോലെ ഇങ്ങനെ നിന്നിട്ട് ചെയ്യണതാട്ടോ അത്. നല്ല അടിപൊളി പാർക്കാണ്. രാവിലേക്ക് വന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇതാണ് BM ഹെൽത്ത് പാർക്ക് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് പാടത്തിൻ്റെ സൈഡിൽ ഫുള്ള് മരങ്ങളും കാര്യങ്ങളും. അതിൻ്റെ അടിയിലാണ് ഈ ജിംനേഷ്യം സെൻറ്റർ ഓപ്പൺ ജിം വരുന്നത്. ഇതെന്തല്ലേ ഇത്? നെല്ലിയാണോ? ഇത് നെല്ലിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. നെല്ലിമരമാണെന്നാണ്. അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെല്ലിക്കൊക്കെ ഉണ്ടാവുന്ന മരമാണെന്നാണ് എൻ്റെ ഒരു. എടാ അത് നെല്ലിക്കാന്ന് തോന്നുന്നുണ്ട്. നെല്ലിക്കയുടെ മരം അത്. ഈ മരത്തിൻ്റെ മേലെ ഫുള്ള് കിളിയുടെ കൂടുകളാട്ടോ. കണ്ടോ? സൈഡിൽ നോക്ക് ഫുള്ള് കിളികളുടെ കൂടാണ് കേട്ടോ. കൊറ്റിയും കാര്യങ്ങളിലൊക്കെ. ഇവിടെ ഈ പാടവും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നേ. അത് മീൻ പിടിക്കാനും കാര്യങ്ങളൊക്കെ. അതിൻ്റെ അടിയിൽ നോക്ക് ഫുള്ള് വൈറ്റ് വാഷ് അടിച്ച പോലെ കേട്ടോ കിടക്കണ്. നല്ല അടിപൊളി പ്ലേസ് ടൈമുണ്ട്. അപ്പോൾ ആദ്യത്തെ ബിയ്യങ്കായലത്തെ ആദ്യത്തെ ഓപ്പൺ ജിമ്മാട്ടത് ഹെൽത്ത്. ഫസ്റ്റ് സാധനത്തിൽ കയറാം. ഇത് കാലിങ്ങനെ ഇത് വയറ് കുറയ്ക്കാനുള്ള ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നീക്കണോ? പകുതിയെ പൊന്തലുള്ളൂ. തലയിൽ കൈ വെച്ച് പൊന്തിക്കാൻ പറ്റൂല. മറ്റു ചില ഇത് കുഴപ്പമില്ലാത്ത സാധനം. ഇത് വലിയ കുഴപ്പമില്ല. വയറ് കുറയ്ക്കുകയും ചെയ്യാം. ഇവിടുത്തെ ഒരു വൈബ് ഭയങ്കര വൈബാട്ടോ. കിട്ടില്ല വൈബാണ്. രാത്രി വൈകുന്നേരം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. ഇതാണ് എന്റെ കാലട്ടിയത്. ഇതല്ലല്ലോ, ഇതല്ല, അതാണ്. ഇത് സുഖാണ്. കുതിര ഇത് നല്ല രസം കിട്ടാം. ഇത് കാലിനാട്ടോ. കാലിന് എക്സസൈസ് കൊടുക്കാവും. നടക്ക്. ഇവിടെ വീട് അടുത്തുള്ളവർക്കൊക്കെ സുഖം. വൈകുന്നേരം വന്നിട്ട് ഇരിക്കാം. വൈകുന്നേരം രാവിലേക്ക് വന്നിട്ട് പടക്കാം ഇവിടെ. ഇത് കേറിക്കണ സാധനം. ഇതല്ല, ഇതാണോ കാല് കെട്ടിയത്? അതാണ് സാധനം കാല് കെട്ടിയത്. അതാണ് ഇതിവിടെ സൂക്ഷിച്ച് കയറിക്കോ. എന്റെ കാലം തന്നെ മുറിയായി. ഇത് നല്ല ആശ്വാസം കിട്ടാം. രാജേട്ടനൊക്കെ വന്നിട്ട് രസം ഉണ്ടാവില്ല. ഇത് നല്ല എയിമുണ്ട്. ഇത് നമ്മുടെ മൈൻഡും കോൺസെൻട്രേഷനൊക്കെ കൂടിയിട്ട് വരുന്നതാണ്.
കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ പല്ലിടിച്ച് താഴെ വീഴും. സൂക്ഷിക്കണം. ഒരു കാല് വെച്ചിട്ട് ഒരു കാല് ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റൊന്ന് ആടിയിട്ട് താഴെ കെട്ടും. അതുപോലെ തന്നെ വേറെ സംഭവം ഇതിന് നമ്മൾ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ നോക്കണം. കാലിനും കയ്യിനുള്ളതാണ്. അധികം ഞാൻ ചെയ്യുന്നില്ല. നല്ല രസം കിട്ടത്. ഇതിന് മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കിക്കോട്ടെ. തണൽ മരങ്ങളും പിന്നെ പാടും കാറ്റുണ്ട് ഇവിടെ, കുഴപ്പമില്ല. നല്ല കാറ്റും കൂടിയിട്ട് നല്ല എയിമുണ്ട്. കുറേ മിഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ആരും ഇല്ല ഇപ്പോൾ. ഉച്ച ടൈമായ കാരണം വൈകുന്നേരത്തെ ആളാവും. കാല് ഇതിൽ വെക്കുക. മുട്ടിനത് മുട്ടിന് എടാ ഇന്നാളെ നമ്മൾ രാജേഷ് ഏട്ടനെ പറ്റി കണ്ടില്ല? അയാളുടെ സ്ഥലം പാറന്നൂര് ചെറിയല്ലേ? പാറന്നൂർ ചെറിയല്ലേ? പാറന്നൂർ ചെറിയല് നിന്നിട്ടാ. പക്ഷെ അവിടെ ഇത്ര അധികം ഐറ്റംസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അവിടെ കുറച്ചുള്ളൂ അല്ലേ? കുറവാ. ഇത് ആൾക്കാർക്ക് നല്ല ഉപകാരപ്പെട്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മോർണിംഗിലൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കാണ്ട് നമുക്ക് ജിമ്മിൽ പോവാം. ശരീരത്തിന് നല്ലതാണല്ലോ. ഇതിനെ പോണ ആൾക്കാരൊക്കെ നോക്കണ്ടിട്ടത്. കാരണം അങ്ങനെ രണ്ടാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവരൊന്നും ഇത് ഉപയോഗിക്കണില്ല കൊണ്ടില്ലേ? ഇത്ര ഇതുണ്ടായിട്ട് ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കണില്ല എനിക്ക് തോന്നണേ. ഇത്ര ഇത് സൗകര്യം ഉണ്ടായിട്ടേ നമ്മളൊന്നും അവിടെ ഇല്ലായിട്ട് ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കണില്ല. അതാണ് ഇവിടെ ഇത് ഇങ്ങനെ ആയിട്ട് കിടക്കണേ. നമ്മളൊന്നും ഇല്ലായിട്ട്. മോർണിംഗിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റ് കിട്ടില്ലെങ്കിൽ നല്ല തണലുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു സാധനം കേട്ടോ. കയ്യിനാണിത്. നമ്മളെ ബോഡി വെയിറ്റ് മൊത്തം കയ്യുമ്മിക്ക് ആവാഹിക്കുന്ന ഒരു തരം യന്ത്രം. എല്ലാം ചെയ്യുന്നില്ല, കുറച്ച് കുറച്ച്. ഇത് മറ്റേ തിരിയണതാണ്. രണ്ട് സൈഡിൽ തിരിയണതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യണത്. പോണവരൊക്കെ കണ്ടിട്ട് ചിരിച്ചിട്ടാ പോണ കേട്ടോ. വേസ്റ്റ് ബിന്നുണ്ട് കേട്ടോ ഇവിടെ. വേസ്റ്റ് ഇടാനായിട്ട് നമ്മള് കുപ്പി കാര്യങ്ങളൊക്കെ ഓടുന്നു കഴിഞ്ഞാൽ പുറമെ കളയേണ്ട കാര്യമില്ല. അവിടെ വേസ്റ്റ് ബിന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഇരിക്കാനുള്ള കസേര. ഇരിക്കാനുള്ളതാ കുടിവെള്ളത്തിനുള്ള ഇരിക്കാനുള്ളതാ ഇങ്ങനെ നമുക്ക് ഇരിക്കാം ഇവിടെ. ഇരിക്കാനുള്ളതല്ല, ഇത് മറിച്ചു നോക്കി നോക്ക്. മറക്കണ്ട, അത് ഇങ്ങനെ വെച്ചിട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പൺ ജിമ്മിൽ നേരെ നമ്മൾ ബിയങ്കായൽ കണ്ട്, ബിയങ്കായൽ പാർക്ക്, ബിയങ്കായലിൻ്റെ റെഗുലേറ്റർ, ബിയങ്കായൽ ഓപ്പൺ ജിമ്മ് അതൊക്കെ കണ്ട് നമ്മൾ ഇനി നേരെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോസ് ഇത്രയ്ക്കുള്ളൂ. ബിയങ്കായൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ. ബൈ. ഓക്കെ ഓക്കെ ബൈ. തലയിൽ വെച്ചിട്ടുണ്ട്. അപ്പൂപ്പന്മാരൊക്കെ നോക്കുന്നുണ്ട്. ഇത്